ഹായ് ഗായ്സ്, ലൈറ്റ്സ് ഹിയർ. നമ്മുടെ ഈ ചാനലിൽ ആദ്യത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇടുന്നത് വേറൊന്നിനുമല്ല ഗൈസ്, കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ നമ്മളുടെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്, നമ്മുടെ ലൈവൊക്കെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ലൈറ്റ്സ് ഗെയിമിംഗ് ചാനൽ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ പണിതുണ്ടാക്കിയ നമ്മുടെ സാധനം, ഇത്രയും നാളത്തെ ഡ്രീം, ഹാർഡ് വർക്ക് എല്ലാം ഒരു രാത്രി അടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഒന്നുമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ റിക്കവർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഇൻ പ്രോഗ്രസ് ആണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെന്താവും, എങ്ങനെ ആവും, റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഇനി ലൈവ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജിമെയിൽ ഐ ഡിയിൽ എൻ്റെ റിക്കവറി ജിമെയിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ജിമെയിൽ ഐ ഡിയും എൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും എൻ്റെ ഫോൺ നമ്പറും ഒക്കെ ഒരു ദിവസം രാവിലെ ഒരു 5:45 ആകുമ്പോഴത്തേക്ക് സാധനമെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ റിക്കവറി മെയിലിലേക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. പിന്നെ എനിക്ക് നോ ലോങ്ങർ എനിക്ക് ആക്സസ് ഇല്ല. ഞാൻ ഭയങ്കര പാനിക്കായി. സ്വാഭാവികമല്ലേ, ഇത്തിരി വർഷം പണിയെടുത്തിട്ട് ആ സാധനം കണ്ണിന് മുമ്പ് പോകുമ്പോൾ ആരായാലും പാനിക്കാവുമല്ലോ. പിന്നെ കുറേ പിടിച്ചിലായി. കുറേ ആളെ കോണ്ടാക്ട് ചെയ്തു. നമ്മൾ ഷസാംബ്രോ എനിക്ക് 2 ആൾക്കാരുടെ നമ്പർ ഷെയർ ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ അവരെ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവരെ കോള് കണക്റ്റ് ആയില്ല. ഈവനിങ് വരെ ഞാൻ ട്രൈ ചെയ്തു. സോ എനിക്ക് വേറൊരു ആളുടെ പ്രൊഫൈൽ ഷെയർ ചെയ്ത് തന്നു. പുള്ളി ഒരു സൈബർ അഡ്വക്കേറ്റാണ്. അപ്പോൾ പുള്ളീനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പുള്ളി നമുക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അത് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറേ നേരമായി. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ലിറ്ററലി എൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ, ഞാൻ അത്രയും ഡൗൺ ആയിപ്പോയി. എനിക്ക് 0 ഹോപ്പായിരുന്നു. അത് കിട്ടുമെന്ന് അറിയില്ല. അത് ഇനി തിരിച്ചൊരു വരവുണ്ടോ, അതിലോട്ട് എനിക്ക് കിട്ടുമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഇത്രയും കാലമായിട്ട് നമ്മളുണ്ടാക്കി വെച്ച നമ്മുടെ ഫാമിലി പോലെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായി. എല്ലാവരും എനിക്ക് കുറേ ആളെന്നെ കോൾ ചെയ്യുന്നുണ്ട്, കുറേ മെസ്സേജസ് വരുന്നുണ്ട്. വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ കോളും മെസ്സേജസൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒരാളെയും കോൾ എടുക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം ഞാൻ അത്രയും ഡൗൺ ആയിട്ട് നിൽക്കുമായിരുന്നു. ഒന്നാമത് ഓരോ ആൾക്കാർക്കും പറയാനുണ്ടാവും ഓരോ സജഷൻസ്. കുറേ ആൾക്കാരുടെ പ്രൊഫൈൽ ഷെയർ ചെയ്ത് തരാൻ പറ്റുമായിരിക്കും. മേ ബി അവർ ചിലപ്പോൾ ശരിയാവും ചേച്ചി എന്നുള്ള സമാധാനിപ്പിക്കലാക്കാം. അല്ലാണ്ട് വേറെ കുറേ ആളുകൾ ചെയ്യുന്നത് ചേച്ചി അത് കിട്ടുമോ എന്നുള്ള അവരുടെ കൺഫ്യൂഷൻസ്. അതിനെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടുമോ, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യുക, ചേച്ചിനെ തിരിച്ച് വരുമോ എന്നുള്ള കുറേ അവരുടെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ പിന്നെയും ഡൗൺ ആവുന്നതല്ലാണ്ട് എനിക്കത് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നില്ല. ഞാൻ അത് കാണുന്നതിന് എനിക്ക് റിപ്ലൈ പറഞ്ഞ് ഞാൻ തന്നെ ഡൗൺ ആവുന്നൊരവസ്ഥയായി. അതുകൊണ്ടാണ് ഞാൻ ആർക്കും റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് കോൾസൊന്നും അറ്റൻഡ് ചെയ്യാണ്ട് നിൽക്കുന്നത്. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിനെപ്പറ്റി പറയുന്നതാണ് ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോകണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ എല്ലാവരും അറിയണമല്ലോ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്, ഇപ്പോൾ എന്താ പറ്റിയത് എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. സോ ഞാൻ എന്തായാലും ഈ ഒരു ചാനൽ എനിക്കറിയില്ല, എനിക്ക് അഥവാ തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് അല്ലെങ്കിൽ തിരിച്ച് കിട്ടിയാൽ അതിനകത്ത് മുമ്പത്തെ പോലെ ലൈവ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്കിപ്പോൾ നോർമലി എൻ്റെ ചാനലില്ല, യൂട്യൂബിനകത്ത് ചാനലില്ല. എൻ്റെ ചാനലിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഡിസ്കോഡിലൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടായി. നിങ്ങൾ ചിലപ്പോൾ ഡിസ്കോഡിലുള്ള ആളുകളാണെന്നും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചാനലിൽ ലൈവ് പോകുമായിരുന്നു, ലൈവ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ ലൈവ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്ത ലൈവിന് വെയിറ്റിംഗ് തന്നെ 200+ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായി. പിന്നെ വൺസ് ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ മാക്സിമം പോയത് 100K വാച്ചിങ് ആണ്. ഒരു സമയത്ത് തന്നെ 100K വാച്ചിങ്. ഇതുവരെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും സ്ട്രീമേഴ്സിന് അത്രയും വാച്ചിങ് കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ ചാനൽ ഹാക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് അവരെന്തോ ക്രിപ്റ്റോ കറൻസി പോലത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അപ്പം അത് ആണ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അതാളാ വരുന്ന എലോൺ മസ്ക് ഒക്കെ വന്നിട്ട് നീണ്ട ഘോര പ്രസംഗമൊക്കെ നടത്തുന്നുണ്ടായി. എന്തായാലും നിങ്ങൾ എൻ്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച്, എൻ്റെ ചാനലിൽ എലോൺ മസ്ക് ഒക്കെ വന്നിട്ട് സ്പീച്ച്, ക്രിപ്റ്റോ കറൻസി, 100K വാച്ചിങ്, അങ്ങനെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ലൈവ് കഴിയുന്നതിനപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിന് മുമ്പ് തന്നെ ചാനൽ ബുന്നോണ്ട് പോയി, ചാനലടിച്ചു പോയി. പിന്നെ ലൈവോ അല്ലെങ്കിൽ ആ ഒരു ചാനൽ ലൈറ്റ്സ് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
എനിക്ക് ടോട്ടലി 825 വീഡിയോസ് എൻ്റെ ചാനലിനകത്ത് ഉണ്ടായിരുന്നു. അല്ലാണ്ട് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ അൺലിസ്റ്റ് ചെയ്തതും പ്രൈവറ്റാക്കി വെച്ച ലൈവ് വീഡിയോസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തെന്നായിട്ടുണ്ടെങ്കിൽ 1000 എബോ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലൈറ്റ് സ്കീമിംഗ് എന്ന് പറഞ്ഞ ഒരാളെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂസ് കുറച്ചെണ്ണം, പിന്നെ ഞാൻ എൻ്റെ ടാഗിൽ വന്നിട്ടുള്ള വേറെ ആൾക്കാർ പോസ്റ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് അല്ലാണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഓൺ കണ്ടൻറ്റ്സ് ഒറ്റ സാധനങ്ങൾ അതിനകത്തില്ല. ഇപ്പം എല്ലാം പോയിട്ടുണ്ട്, വൈപ്പ് ചെയ്ത പോലെ ഉണ്ടെല്ലാം. പക്ഷേ ഈ ഒരു ചാനൽ ഞാൻ മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ കാര്യമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. വല്ലപ്പോഴും പുറത്തെന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വ്ളോഗ്സ് പോലെ എടുത്തിട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് മോസ്റ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐ ഗെസ് ഫ്രം നൗ ഞാൻ ഇതിനകത്ത് ഞാൻ മുമ്പേ ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങേണ്ടതായിരുന്നു. യൂഷ്വലി എല്ലാവർക്കും ഉള്ളതാണ് ആ ഒരു സെക്കൻഡറി ചാനൽ. ഞാൻ അതുപോലും ചെയ്തിട്ടുണ്ടായില്ല. അറ്റ്ലീസ്റ്റ് ഇത് ഞാൻ എൻ്റെ ലൈവിലെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ ലൈവെങ്കിലും പോകാൻ പറ്റിയാണ്. സോ ഇനി മുതൽ ഈ ചാനലിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. ലൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ ഇതിലായിരിക്കും ലൈവ് ചെയ്യുക. സോ യാ, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡു ലൈക്ക്. പറ്റുന്നവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കാരണം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2020 മുതൽ ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്യുകയാണ്. ഇപ്പം 6 വർഷം ആവുന്നു. ഈ മെയ് വന്നു കഴിഞ്ഞാൽ 6 വർഷം തുടങ്ങുകയാണ്. ഇത്രയും കാലമായിട്ട് എൻ്റെ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ തുടങ്ങിയ പരിപാടിയാണ്. ഞാൻ എൻ്റെ അത്രയിൽ കൊടുത്തിട്ടുണ്ട് എഫേർട്ട്. അറിയില്ല അത് തിരിച്ച് വരുമോ, അതിൽ ചെയ്യാൻ പറ്റുമോ ഒന്നും. എനിവേ ആസ് എ സെക്കൻഡറി ചാനൽ പോലെയെങ്കിലും ഇനി ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ പ്രൈമറി ചാനലായതുകൊണ്ടു. അത് കിട്ടിയില്ല, ഇനി അതൊന്നും ഇനി വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെന്നെ പ്രൈമറി ചാനലായിട്ട് കൊണ്ടുപോകേണ്ടി വരും. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അത്രേ ഉള്ളൂ. താങ്ക് യു.